വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. ഇന്ന് നമ്മൾ ഒരു റിവ്യൂ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ അടുക്കളയിലേക്കായിട്ട് ഒരു കുക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഹോക്കിൻസിൻ്റെ കുക്കറായിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ഈ കുക്കർ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന അതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, നിങ്ങൾക്ക് ഉപകാരമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ പറവൂരുള്ള ഒരു കടയിൽ നിന്നാണ് കേട്ടോ, ഒരു സ്റ്റീൽ പാത്ര കടയിൽ നിന്നാണ് ഈ കുക്കർ വാങ്ങിച്ചിട്ടുള്ളത്, അല്ലാണ്ട് ഓൺലൈൻ വഴിയൊന്നുമല്ല. അപ്പോൾ ഈ സെയിം കുക്കർ നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിട്ടും വാങ്ങാം. ലിങ്ക് വേണമെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഹോക്കിൻസിൻ്റെ 5 ലിറ്ററിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്കറാണ്. അപ്പോൾ നമ്മളതിൻ്റെ അൺബോക്സിങ് കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിൻ്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് ഈ കുക്കർ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തുറക്കണ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഹോക്കിൻസിൻ്റെ സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഹോക്കിൻസിനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് പറയുന്നത്. ഈ കമ്പനി എപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്തു, ഇപ്പോൾ എത്രത്തോളം ആൾക്കാരവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ എത്രത്തോളം സെയിലുണ്ട്, അങ്ങനെ കുറച്ച് ഹോക്കിൻസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അവിടെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഇപ്പോൾ ഈ കുക്കറിൻ്റെ മറ്റു പ്രത്യേകതകളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വഴി നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുക്കിംഗ് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഹോക്കിൻസിൻ്റെ കുക്കർ വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല റെസിപ്പികൾ ഇതിൻ്റെ ഒപ്പം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ക്യാരറ്റ് പുഡിങ്. അതെങ്ങനെ ഉണ്ടാക്കുക, ഈ കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അവർ. പിന്നെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 3375 രൂപയാണ്. പക്ഷെ നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത് 3000 രൂപയ്ക്കാണ്. നമുക്ക് കുറച്ച് ഡിസ്കൗണ്ടൊക്കെ കിട്ടി. മാത്രമല്ല നമ്മൾ പിന്നെ കുറച്ച് പാത്രങ്ങൾ, പഴയ പാത്രങ്ങൾ കൊടുത്തിട്ടാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം കൂടി കിഴിച്ചിട്ട് ഒരു 3000 രൂപയ്ക്കായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിനേക്കാളും കുറവാണ് ഓൺലൈനിൽ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ ആദ്യം ശരിക്കും കാണേണ്ടത് അതിൻ്റെ മൂടിയാട്ടോ. പക്ഷെ നമ്മൾ തുറന്നിട്ട് എടുത്ത് വെച്ചപ്പോൾ അടയ്ക്കാൻ അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല ശരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ആദ്യം തന്നെ കുക്കറിൻ്റെ ഒരു അടിഭാഗം ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ വരുന്നത് അതിൻ്റെ മൂടിയാണ്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ മൂടിയൊക്കെ ഒന്ന് കാണാം. പിന്നെ ഇതിൻ്റെ മൂടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആ സേഫ്റ്റി വാൾവ് വരുന്നില്ല, അത് ഹാൻഡിൽ ബാറിൻ്റെ അടിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോൾ മൂടിയുടെ ഒപ്പം തന്നെ അതിൻ്റെ വിസിലും ഉണ്ട്, പിന്നെ ഗാസ്കറ്റും ഉണ്ട്. അപ്പോൾ ഈ ഗാസ്കറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ്, പെട്ടെന്നൊന്നും നാശമായി പോവില്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഹോക്കിൻസിൻ്റെ 2 ലിറ്ററിൻ്റെ ഒരു കുക്കർ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഗാസ്കറ്റ് ഒരു 5 വർഷത്തോളം നമ്മൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നാശമായത്. ഇപ്പോൾ നമ്മൾ വേറെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 5 വർഷത്തോളമൊക്കെ നിൽക്കുന്നു തോന്നുന്നു, അതിന് കൂടുതൽ കാലം എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഹോക്കിൻസിൻ്റെ കുക്കർ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗാസ്കറ്റൊക്കെ എത്രത്തോളം നാൾ നിന്നിട്ടുണ്ടെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഗാസ്കറ്റ് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ് അവരൊരു പ്രത്യേകതയിൽ ഒന്നായിട്ട് പറയുന്നത്. ഇതതിൻ്റെ ഗ്യാരണ്ടി കാർഡാണ്, 5 വർഷം ഗ്യാരണ്ടി ഉണ്ട് ഇതിന്. പിന്നെ ഇതുപോലത്തെ ഒരു 3 കാർഡ് അതോടൊപ്പം തന്നെ ഉണ്ട്. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്കർ ഉപയോഗിക്കുന്നതിന് മുന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അവർ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്, പിന്നെ ഹിന്ദിയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ഭാഷയാണെങ്കിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് എടുത്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വായിക്കുന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ, അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചേക്കാം. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു കുക്ക് ബുക്കാണ്. ഇതുപോലത്തെ ഒരു ബുക്ക് കിട്ടും. അതിൽ 32 ടെസ്റ്റഡ് റെസിപ്പീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ കുക്കർ വാങ്ങുമ്പോൾ കുക്കിങ്ങിൽ താല്പര്യമുള്ളവർക്കാണെങ്കിൽ കുറച്ച് റെസിപ്പീസും കൂടി കിട്ടുന്നത്. പിന്നെ ഇതിൽ ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷനും കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും കുക്കർ നിങ്ങൾ വാങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ബുക്ക് കിട്ടിയാൽ അത് എന്തായാലും വായിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ കുക്കർ ഉപയോഗിച്ച് തുടങ്ങാനായിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. റെസിപ്പീസ് കൂടാണ്ട് തന്നെ കുക്കറിനെ കുറിച്ചിട്ട് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ കുക്കർ ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ എത്രത്തോളം വിസിലടിക്കേണ്ടി വരും, എത്ര വെള്ളം ഉപയോഗിക്കേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു ബുക്ക് വായിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുക. അപ്പോൾ ഇത് ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്, പിന്നെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഒരു സൈഡിൽ ഹിന്ദിയിലും ഒരു സൈഡിൽ ഇംഗ്ലീഷിലാട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കുക്ക് ബുക്കിൽ റെസിപ്പീസ് മാത്രമല്ല കേട്ടോ, പല കണ്ടൻസും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് അവർ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ കണ്ടൻസാണ് അതിൽ ഉൾപ്പെടുത്തി വെക്കുന്നത് കൊടുത്തിട്ടുണ്ട്. പ്രഷർ കുക്കറിൻ്റെ ബെനിഫിറ്റ്സ് തുടങ്ങിയിട്ട് അതിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ട്രയൽ റൺ, പിന്നെ കുക്കിംഗ് ടിപ്സ് കൊടുക്കുന്നുണ്ട്, അതായത് ഈ കുക്കർ ഉപയോഗിച്ചിട്ടുള്ള കുക്കിംഗ് ടിപ്സ്, പിന്നെ അതിൻ്റെ കെയർ ആൻഡ് ക്ലീനിങ് കൊടുക്കുന്നുണ്ട്, സർവീസ് കൊടുക്കുന്നുണ്ട്, സ്പെയർ പാർട്സ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ കുക്ക് ബുക്കിൽ എഴുതിയിട്ടുണ്ട് അവർ. അപ്പോൾ അതെന്തായാലും വായിച്ചെടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങാം കേട്ടോ. എനിക്ക് വളരെ ഉപകാരമായിട്ട് തോന്നി. ഞാനിത് വായിച്ചതിന് ശേഷമാണ് അപ്പോൾ കുക്കറിൻ്റെ അറിയാത്ത പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ എന്തായാലും ഈ കുക്ക് ബുക്ക് വായിക്കാൻ നോക്കാം.
പിന്നെ ഈ ഒരു ചെറിയ ബുക്കിൽ ഹോക്കിൻസിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്റേഴ്സിൻ്റെ ഫോൺ നമ്പേഴ്സ് ഉണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല നേപ്പാളും ഭൂട്ടാനിലും കൂടി ഫോൺ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കുക്കറിനോടൊപ്പം തന്നെ നമുക്കൊരു സെപ്പറേറ്ററും കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനൊപ്പം കൂടെ കിട്ടണ ഈ സെപ്പറേറ്റർ നമുക്ക് വളരെ ഉപകാരമായിട്ട് തോന്നിയിട്ടാണ്. നമ്മൾ ഇതിൽ കുക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഈ സെപ്പറേറ്റർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ സമയം കുക്കറിൽ ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ ഇട്ട് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിരുന്നു. നമ്മൾ ചെറുപയറും ഉരുളൻകിഴങ്ങും ഒരേ സമയം ഒരു വിസിൽ തന്നെ വേവിച്ചെടുക്കാട്ടോ ചെയ്തത്. അപ്പോൾ ഉരുളൻകിഴങ്ങ് മുകളിൽ ഈ സെപ്പറേറ്ററിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ചെറുപയറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചു. രണ്ടും ഒറ്റ വിസിലടിച്ചോട് കൂടി തന്നെ വെന്ത് കിട്ടിയിട്ട് നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരേ വേവുള്ള സാധനങ്ങൾ നമുക്ക് അങ്ങനെ വേവിക്കണമെങ്കിൽ എളുപ്പമായിരിക്കും. പക്ഷേ എനിക്ക് ഒരു ചെറിയ പോരായ്മയായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെപ്പറേറ്ററിന് ഇത്തിരി ഹൈറ്റ് വേണമായിരുന്നു എന്ന് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു പ്രഷറിൽ മുകളിലേക്ക് ആ ഉരുളൻകിഴങ്ങിൻ്റെ കൂടെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ചെറിയൊരു പോരായ്മയായിട്ട് തോന്നി. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റെയിൻലെസ് സ്റ്റീലാണെന്ന്. അപ്പോൾ ഇത് തുരുമ്പിക്കാത്തതും പൊട്ടാത്തതൊക്കെയുള്ള സ്റ്റീലാണെന്നാണ് പറയുന്നത്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സുപ്പീരിയർ സർജിക്കൽ ഗ്രേഡ് നോൺ മാഗ്നറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെ ബോഡിയും ലിഡൊക്കെ വരുന്നത്. അപ്പോൾ ഈ കുക്കറിൻ്റെ ഷേപ്പ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കണ്ടുമടുത്ത ഷേപ്പൊന്നുമല്ല, ഒരു നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ കർവ്ഡ് ബോഡിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഇളക്കുന്ന സമയത്തൊക്കെ ഈസി ആയിട്ട് തന്നെ ഇത് ഇളക്കാനൊക്കെ പറ്റും. എവിടെയും തട്ടിമുട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എല്ലായിടത്തേക്കും ഇളക്കുമ്പോൾ എത്തൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ബോഡിയാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ കുക്കറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 6.6 mm എക്സ്ട്രാ തിക്ക് സാൻഡ്വിച്ച് ബോട്ടാട്ടോ ഇതിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചൂട് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അടി നന്നായിട്ട് പരന്നിട്ടാണ് കേട്ടോ, നല്ല കനമൊക്കെ ഉണ്ട് അടി. പിന്നെ ഈ കുക്കറിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരേപോലെ തന്നെ ഗ്യാസിലും ഇൻഡക്ഷനിലൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഈ കുക്കർ ഗ്യാസിലും ഇൻഡക്ഷനിലും മാത്രമല്ല ഇലക്ട്രിക്കലും സെറാമിക്കിലും ഹലോജനിലൊക്കെ ഉപയോഗിക്കാം. സാധാരണ സ്റ്റീൽ പാത്രങ്ങൾ അത്ര വെയിറ്റ് ഉണ്ടാവില്ല, പക്ഷേ ഈ കുക്കർ നല്ല കനമുണ്ട്, അടി നല്ല കട്ടിയുള്ളതുകൊണ്ട് തന്നെ നല്ല കനത്തിലാണിട്ടത്. അതുകൊണ്ട് അടിക്ക് പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളിത് കുക്ക് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തുരുമ്പിക്കാനൊന്നും ചാൻസ് ഇല്ല, അതുപോലെ തന്നെ ഓട്ടയൊന്നും വരില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കുക്കർ ഉപയോഗിക്കുന്നതിന് മുന്നായിട്ട് അവർ ആ കുക്ക് ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ട്രയൽ റൺ നമ്മൾ ചെയ്ത് നോക്കണം, എന്നിട്ട് വേണം കുക്കർ ഉപയോഗിച്ച് നോക്കാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഇത് ശരിക്കായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്തതെന്നുള്ളത്. വിശദമായിട്ട് പറയുന്നില്ല, പറഞ്ഞ് ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടുന്നില്ല. അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നമ്മളിത് ട്രയൽ റൺ ചെയ്യുന്നതിനേക്കാളും മുന്നായിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ കളഞ്ഞിട്ട് സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാനായിട്ട്. അപ്പോൾ കഴുകിയ സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മളിത് ഉപയോഗിച്ചതിന് ശേഷം ഇതിൽ പലതും കുക്ക് ചെയ്തതിന് ശേഷം കഴുകിയപ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇത് കഴുകാനായിട്ട് എളുപ്പമാണ്. പൊന്തിക്കുമ്പോൾ കുറച്ച് വെയിറ്റ് ഉണ്ടെന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം നമുക്കിത് ഈസി ആയിട്ട് കഴുകിയെടുക്കാം. സാധാരണ നമ്മൾ അലുമിനിയം കുക്കറിലൊക്കെ എന്തെങ്കിലുമൊക്കെ വേവിച്ച് അതിൻ്റെ പാടൊക്കെ കളയാനും അതിൻ്റെ ആ ഒരു കറ പോലെ അങ്ങനെ ആ പാത്രം അലുമിനിയം കുക്കറിലൊക്കെ പിടിച്ചിരിക്കും. പിന്നെ സ്റ്റീൽ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ചിട്ട് ഉരച്ച് കഴിയാൻ മാത്രമേ അതൊക്കെ പോവുള്ളൂ. അപ്പം അതിൽ നിന്ന് ഇത് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ട്രയൽ റണ്ണിന് ശേഷം നമ്മളിതിൽ സാമ്പാറാണ് ഉണ്ടാക്കി നോക്കിയത്. സാമ്പാർ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ഫുഡ് ഉണ്ടാക്കുന്നത് അത് വെജ് ആയാലും നോൺ വെജ് ആയാലും എത്രത്തോളം വെള്ളം ഒഴിക്കണം, പിന്നെ എത്ര വിസിലടിച്ചാലും നമ്മൾ എന്ത് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആ കുക്ക് ബുക്കിലുണ്ട് കേട്ടോ. അപ്പോൾ ആ കുക്ക് ബുക്ക് നോക്കിയിട്ട് നമുക്കതൊക്കെ മനസ്സിലാക്കാം. ഇപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ച് അങ്ങനെയല്ല ഉണ്ടാക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇത് അടിക്ക് പിടിക്കുക അങ്ങനെയുള്ളതൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും വഴറ്റിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുക്കറിൽ. അപ്പോൾ വഴറ്റുമ്പോൾ നമുക്കറിയാമല്ലോ ഇത് അടിക്ക് പിടിക്കുന്നുണ്ടോ കരിഞ്ഞ് പിടിക്കുന്നുണ്ടോ, ഇങ്ങനെ കൂടുതൽ ചൂട് ഇങ്ങനെ വരുന്നുണ്ടോ എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിൽ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോഴും അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് വഴറ്റിയപ്പോഴും പിന്നെ ഇങ്ങനെ പച്ചക്കറികൾ ഇട്ട് വഴറ്റിയപ്പോഴൊന്നും അങ്ങനെ അടിക്ക് പിടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം അടി നല്ല കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ അലുമിനിയത്തിലോ അല്ലെങ്കിൽ ചൂടുകട്ടിയിലോ ഏതെങ്കിലും പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ വഴറ്റുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുക അതേപോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ ചൂട് കൂടി വരിക, അങ്ങനെ അടിക്ക് പിടിക്കുക അല്ലെങ്കിൽ പാത്രം കരിഞ്ഞു പിടിക്കുക അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ. നമ്മൾ നന്നായിട്ട് തന്നെ ഇതിൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണിച്ചു തരാം അത് എത്രത്തോളം നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു വലിയ കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഒറ്റ വിസിലിൽ തന്നെ നമ്മൾ ഇതുപോലെ നല്ലൊരു നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ കുഴയാണ്ടൊക്കെ നന്നായിട്ട് തന്നെ ചോറ് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പീസായിട്ട് നമുക്ക് ഈ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റിയത് തന്നെ എനിക്ക് വളരെയധികം സന്തോഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു വീഴ്ചയിൽ നിന്ന് നമുക്ക് ഈ കുക്കർ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ അലുമിനിയം കുക്കറിൻ്റെ പോലെ തന്നെ നമുക്കിത് ഉപയോഗിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കായിട്ട്. പിന്നെ അടുക്കി പിടിക്കുക അല്ലെങ്കിൽ സാധനങ്ങൾ പെട്ടെന്ന് കരിഞ്ഞു പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായില്ല. കാരണം ഇത് നല്ല അടിക്കട്ടിയുണ്ട്, സാധാ നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കുന്നു. ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ അടി നല്ല കട്ടിയുണ്ട്. പിന്നെ 5 ലിറ്ററിൻ്റെ കുക്കർ ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെയിറ്റ് ഉണ്ട്. അപ്പോൾ എടുത്ത് പൊന്തിക്കുമ്പോൾ കുറച്ച് ആരോഗ്യം കൂടി വേണം, എന്നാൽ മാത്രമാണ് നമുക്കിത് കൈകാര്യം ചെയ്യാൻ എളുപ്പമാവുള്ളൂ. പിന്നെ ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയത് ഈ കുക്കറിൻ്റെ അല്ല, ഈ കുക്കറിൻ്റെ കൂടി കിട്ടിയിട്ടുള്ള സെപ്പറേറ്റർ എന്തായാലും അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ഹൈറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിലും തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വേവിച്ചെടുത്തപ്പോൾ തന്നെ അടിയിലുള്ള സാധനങ്ങൾ മുകളിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ സെപ്പറേറ്ററുകൾ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് ഒരു ചെറിയൊരു പോരായ്മയായിട്ട് തോന്നി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും ഈ ഹോക്കിൻസിൻ്റെ 5 ലിറ്ററിൻ്റെ കുക്കർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഇത്ര നാൾ ഉപയോഗിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ളതൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ കുക്കർ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇത് ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ കുക്കർ വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹോക്കിൻസിൻ്റെ ഈ കുക്കർ തന്നെ വാങ്ങിക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം. പിന്നെ ചാനൽ ഇഷ്ടമായെന്ന് വെച്ചാൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ ഈ വീഡിയോ ഉപകാരപ്പെടുന്നു തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. ഇതൊരു വീഡിയോ കണ്ടിരുന്നതിൽ ഒരുപാട് നന്ദി. താങ്ക് യു.